സംസ്ഥാനത്തും ഗുരുവായൂർ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും UDF വലിയ മുന്നേറ്റമുണ്ടാക്കിയപ്പോഴും ചാവക്കാട് നഗരസഭയിൽ 9 സീറ്റിൽ നിന്ന് 12ലേക്ക് ഉയർത്തിയെങ്കിലും ഭരണമാറ്റത്തിന് ഇത്തവണയും കളമൊരുങ്ങിയില്ല. UDF നേതൃത്വത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിൽ ആയിരുന്നുവെന്ന് ആക്ഷേപവും പ്രവർത്തകർക്കിടയിലുണ്ട്. പ്രകടനപത്രിക പോലും ഇറക്കുവാൻ കഴിഞ്ഞില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഗ്രൂപ്പ് പോര് ഒരു വാർഡിൽ മാത്രം ഒതുങ്ങിയപ്പോൾ 9ൽ നിന്ന് സീറ്റ് 12ലേക്ക് ഉയർത്തി നില മെച്ചപ്പെടുത്തുവാൻ സാധിച്ചു. എന്നാൽ 2 പതിറ്റാണ്ടായി തുടരുന്ന LDF ഭരണം തിരിച്ചുപിടിക്കാൻ നേതാക്കൾ ഉൾപ്പെടെ മത്സരരംഗത്ത് ഉണ്ടായെങ്കിലും നിരാശയായിരുന്നു ഫലം. പരമ്പരാഗതമായി UDF അനുകൂല വാർഡായിരുന്ന കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട നഗരസഭ 7ാം വാർഡ് തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ടായിട്ടും ഗ്രൂപ്പ് പോര് മൂലം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഈ വാർഡിൽ സ്ഥാനാർത്ഥിയുണ്ടായില്ല. ഇവിടെ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ബേബി ഫ്രാൻസിസ്, ഷോബി ഫ്രാൻസിസ് എന്നിവർ പരസ്പരം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ LDFിലെ കെ റീന 59 വോട്ടിന് വിജയിച്ചു. ബേബി ഫ്രാൻസിസിന് 243 വോട്ടും ഷോബി ഫ്രാൻസിസിന് 128 വോട്ടും ലഭിച്ചു. തൊട്ടടുത്ത പരമ്പരാഗത കോൺഗ്രസ് വാർഡായ 8ാം വാർഡ് ഇത്തവണ നഷ്ടപ്പെട്ടു. ഇവിടെ LDFിലെ KC സുനിൽ വിജയിച്ചു. മറ്റൊരു കോൺഗ്രസ് അനുകൂല വാർഡായ 23ാം വാർഡ് ഇത്തവണ നഷ്ടപ്പെട്ടു. എന്നാൽ ചാവക്കാട് നഗരസഭാ തിരഞ്ഞെടുപ്പ് ഫലം ചാവക്കാട്ടെ UDFിനെ പുതിയ പാഠം പഠിപ്പിക്കുമ്പോഴും തെറ്റുകൾ തിരുത്താൻ നേതൃത്വം എത്രമാത്രം തയ്യാറാകുമെന്ന് കാത്തിരുന്നു കാണാം.